ിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അധികാരത്തിൻ്റെ ഇത്രമാത്രം അരുചി, കയ്പ്, വിഷം, കറ നമ്മൾ ഇതുവരെയും അനുഭവിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് അനുഭവിച്ചുകൊണ്ടേ സാധിക്കൂ ജീവിക്കാൻ എന്ന അവസ്ഥ ഇല്ല ഇപ്പോഴും എന്നുള്ളത് തന്നെയാണ് ഈ പ്രതിരോധങ്ങൾ സൂചിപ്പിക്കുന്നത്. നമുക്കതിനെ ചെറുക്കാൻ സാധിക്കും. കാരണം ഇന്ത്യ സ്വപ്നം കണ്ട സ്വാതന്ത്ര്യവും സമത്വവും പൗരാവകാശങ്ങളും നമുക്ക് നിഷേധിക്കുന്നതിന് ഒരധികാരിക്കും സാധ്യമല്ലാത്ത വിധത്തിലുള്ളൊരു ഭരണഘടന നമുക്കുണ്ട്. ഭരണഘടനയുടെ മഹോത്സവങ്ങളായിരിക്കണം ഒരുപക്ഷെ സാഹിത്യോത്സവങ്ങൾക്ക് തുല്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. കാരണം ഭരണഘടന നമ്മുടെയാണ്. ആ ഭരണഘടനയെ മഹോത്സവങ്ങളാക്കി മാറ്റുകയും ഓരോ നിമിഷത്തിലും അത് പൗരയുടെ അവകാശാധികാരങ്ങളെക്കുറിച്ച് അവരെ നിരന്തരം ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുകയും വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വൈവിധ്യപൂർണമായിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ സ്പർശിക്കുന്ന വൈവിധ്യപൂർണമായിട്ടുള്ള ജനജീവിതം, പല തരത്തിലുള്ള ഭാഷ, നമുക്ക് ഭാഗ്യത്തിന് ഇവിടെ കേൾക്കാൻ കഴിയുക ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭാഷകളിൽ എഴുതുന്നവരുടെ വാക്കുകളാണ്. ഞാൻ എല്ലായ്പ്പോഴും ആഗ്രഹിക്കുക അവരുടെ ഭാഷ നമുക്ക് കേൾക്കണം എന്നാണ്. പ്രകാശ് രാജ് തമിഴിൽ സംസാരിക്കുമ്പോൾ, അശോക് വാജ്പേയി ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അവരവരുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ നാം കേൾക്കുകയാണ്. എന്താണ് നമ്മുടെ പലമ എന്നുള്ളത് നാം കേൾക്കുകയാണ്. അതിൻ്റെ ആന്തരാർത്ഥങ്ങൾ മുഴുവനും നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊരു വിഷയമല്ല. ഇതാ ഇവിടെ ഇത്രയധികം ഭാഷകൾ ഉണ്ട്. ഈ ഭാഷകൾക്കൊക്കെ സംസ്കാരം ഉണ്ട്. ഇവർക്കൊക്കെ അവകാശബോധവും ഭരണഘടനയെക്കുറിച്ചിട്ടുള്ള ബോധ്യവും ഉണ്ട്. ഇവരെല്ലാവരും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ നാം ഭാഷകൾ കേൾക്കേണ്ടിയിരിക്കുന്നു. അതും കഴിഞ്ഞ് ഏറ്റവും മുറിവേറ്റ ലോകത്തിൻ്റെ അവസ്ഥയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാർക്ക് നമ്മുടെ അടുത്ത് വരാനും അവരെ നമുക്ക് കേൾക്കാനും സാധിക്കുക. ഈ ഒരു വലിയ ഉത്സവത്തെ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രതിബദ്ധതയാക്കി വളർത്തിയെടുത്തുകൊണ്ട് നാം ഒരിക്കലും വിഷം കുടിക്കേണ്ടവരല്ല എന്നും വിഷം തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത് ആസ്വദിച്ച് തുടങ്ങിയവരാണ് എന്നും ആ സ്വാതന്ത്ര്യത്തെ നിലനിർത്താനുള്ള പരമമായ ഉത്തരവാദിത്വം പൗരാവകാശങ്ങൾ എന്നതുപോലെ തന്നെ പൗരരുടെ കടമയായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്നു എന്നും ഒക്കെ അടിത്തട്ടിൽ നിന്ന് തുടങ്ങേണ്ട ഒരു സന്ദർഭം ആണ് ഇത്. വളരെ സുന്ദരമായ കുറേ ദിവസങ്ങളാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ചൂടേറിയ സംവാദങ്ങളുടെയും അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ തിരിച്ചറിവുകളുടെയും ദിവസങ്ങൾ. ഈ ദിവസങ്ങളെ ഫലപ്രദമാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ ദേശീയോത്സവത്തിന്, അന്തർദേശീയ സാഹിത്യോത്സവത്തിന് എൻ്റെ എല്ലാവിധത്തിലുള്ള ആശംസകൾ. With profound admiration for his contribution to the world of cinema and art, I extend a formal invitation to Mr. Prakash Raj, noted actor, film director, producer, television presenter and political observer, to deliver a speech at our prestigious event. Your participation will undoubtedly elevate the intellectual ambience of our gathering. Enough. Good evening, everyone. I'll be brief in my speech.